സാറേ ഇന്നേക്ക് 41 ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു പോകും. സത്യം പറഞ്ഞാണ്ടല്ലോ ഇവനെയൊക്കെ പോലീസിന് കൊടുക്കല്ല വേണ്ടത്, നമ്മൾ നാട്ടുകാരെ കൈകാര്യം ചെയ്യണം. ഇനി ഏവനെങ്കിലും ഇവിടെ അങ്ങനെ ഉണ്ടാവട്ടെ. ഈ തേങ്ങാക്കള്ളനെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞ കേട്ടാ 40 ദിവസത്തിനകം പോലീസ് സ്റ്റേഷൻ പൊട്ടിത്തെറിക്കും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പൊട്ടിത്തെറി അവന് ശരിക്കും കിട്ടും. ഓ 4-ാമത്തെ മാസത്തിൽ കുടിച്ച പാല് വരെ ഛർദ്ദിക്കുവാനാണ് പോലീസ് സ്റ്റേഷനിൽ. അല്ലാതെ ഇതിനൊക്കെ നമ്മൾ നാട്ടുകാർ മുന്നിട്ട് ഇറങ്ങിയാലേ നിർത്താൻ പറ്റുള്ളൂ. നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞാണ്ടല്ലോ നാടിനൊരു നന്മ ചെയ്തതിന്റെ ഒരു ഉണർവും ഒരു ഉഷാറും ഒക്കെ. ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭരണകൂടം കുറച്ച് കാര്യങ്ങൾ മുൻകൈ എടുക്കാനുണ്ട്. അതായത് ഇതിങ്ങനെയുള്ള അന്ധവിശ്വാസ നിരോധന നിയമമൊക്കെ കൊണ്ടുവരണം. ഒരു നിയമം വേണ്ട, നാട്ടുകാർ കൈവച്ചാൽ മതി. അതെ, കൈവയ്ക്കണതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം മറന്നു, ഒന്ന് മുള്ളിട്ട് വരണം. ഇനി ഒരുത്തനെ ഇവിടെ വളരാൻ പറ്റും. ഞാനിനി എഴുതാൻ പോകുന്നത് യുക്തിചിന്തയെ കുറിച്ചും ശാസ്ത്രബോധത്തെ കുറിച്ചുമാണ്. അപ്പൊ 5-60 വീട് വേണ്ടി വരും. അത് വേണ്ടി വരും. മന്മഥന്റെ വീട് ആരാണ്? വിലാസിനി മന്മഥൻ. മന്മഥന്റെ ഭാര്യയല്ലേ? എന്തേ? അതിന് വീട്ടിൽ പോകേണ്ട ആളിവിടെ ഉണ്ട്. അങ്ങനെ കൊറിയറിന് മൂത്ര വെച്ചിട്ട് കഴിഞ്ഞ് അതെ, മറ്റവൻ കൊച്ചുണ്ടാകാൻ വന്ന് നിൽക്കുകയാണ്. ആൾക്കാരാണെന്ന് നോക്കണേ. എന്താ മോനെ? അതെ, ഫോണിന്റെ വെയിറ്റ് ഇല്ല. ഇനി അത് വീട്ടിൽ പോയി പൊട്ടിക്കാം. എന്താന്ന് നോക്കാല്ലോ, നമുക്ക് കാണാലോ. ഇപ്പൊ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഇതിന്റെ പേരില് നമ്മള് വായിക്കണ സാധനം തന്നെ കൃത്യമായിട്ട് വരുമോ എന്നുള്ളത് അങ്ങനെയുണ്ട്. അവളെ എന്ത് കുന്താണോ വായിച്ചു. മൊയ്തൂക്ക, ഇത് മറ്റേ വലംപിരി ശങ്കല്ലേ? ശങ്കാണ്. മറ്റേ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയും അലമാരിൽ വെക്കണത്. എടാ, TV പരസ്യം കണ്ടല്ലേ ഇത്? എന്താണ് മന്മഥ, ഇയാണിപ്പോ ശാസ്ത്രബോധത്തിന് നിയമം കൊണ്ടുവരണം പറഞ്ഞേ? ഈ നാട്ടിലൊന്നും അല്ല ഞങ്ങൾ. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബത്തിനിടയ്ക്ക് ഇച്ചിരി സമാധാനക്കേടൊക്കെ വന്നപ്പോ ഭാര്യ ഓർഡർ ചെയ്തതാ. അവൾക്ക് കേരളത്തിനകത്തുള്ള സിദ്ധന്മാരെയൊന്നും വിശ്വാസമില്ല, എല്ലാം തട്ടിപ്പാ. അങ്ങനെ പുറത്ത് അവൾ ഹൈദരാബാദിലുള്ള ചേച്ചി എടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് വരുത്തിച്ചതാ. അപ്പൊ സിദ്ധന് പകരം മന്മഥനെയാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടത്. അന്ധവിശ്വാസം ഉള്ളിൽ വെച്ച് പുറമേ നാടകം കളിക്കുന്ന നീയൊക്കെയാണ് നാടിന് ശാപം. എന്ത് ദോഷം? അത് പോയതോടെ എന്റെ സമയം തെളിഞ്ഞു. മറിമായം